കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത കൂട്ടത്തിൽ ഈ ഭാഗത്തുള്ള ആലപ്പുഴ ജില്ലയിൽ വയലാർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ പേരിൻ്റെ കൂടെ വയലാറെന്ന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു വീഡിയോ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, പോലീസും പിടിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആണ് എൻ്റെ ഈ ക്യാപ്ഷൻസൊക്കെ കടന്നിരുന്നു. അപ്പോൾ ഞാനോർത്തത് എന്ത് പറ്റി ഓർക്ക് എന്ന്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ അപ്പം തന്നെ വന്നൊരു കമൻ്റ് എന്ന് പറയുന്നത്, എല്ലാം പോയി ചേച്ചി വിഷമിക്കണ്ട, 12 ആണോ 121 ആണോന്ന് അറിയത്തില്ല, എഴുത് അപ്പോൾ എല്ലാം ശരിയാവും. അതായത് ഈ സ്ത്രീ അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കുറേ വിശ്വാസങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഞാനിങ്ങനെ ഇവരുടെ ഈ വീഡിയോ ഇങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ എഴുതും, അങ്ങനെ ചെയ്യും, അങ്ങനെയാണ് അമ്മ ചെയ്തത്, അച്ഛൻ ഇങ്ങനെ ഒരു സൂത്രം ചെയ്യാറുണ്ട്, നിങ്ങൾ ഇന്ന നാളുകൾക്ക് ഇന്ന. അപ്പോൾ ഈ ക്യാപ്ഷനൊക്കെ ഞാൻ വായിച്ചു പോകാറുണ്ട്. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എന്താ കുറിക്ക് കൊള്ളുന്ന രീതിയിൽ മറുപടി എന്ന് പറയുന്ന പോലെ ഉള്ളൊരു കമൻറ്റായിരുന്നു. അവരെ അങ്ങനെ ഒരു ക്യാപ്ഷനും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇവർക്ക് ഒത്തിരി വ്യൂസൊക്കെ ഉണ്ട്. ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഒരു 5-6 മണിക്കൂറത്ത് തന്നെ അവർക്ക് എത്രയോ വ്യൂസ് പോകുന്നറിയാം. അപ്പോൾ അത്രയ്ക്ക് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാവർക്കും ഇപ്പം ഞാൻ ഉൾപ്പെടേണ്ട എല്ലാ ആളുകൾക്കും, എത്ര വിശ്വാസം ഇല്ലാത്തവർക്കായാലും നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്നറിയാൻ, അല്ലെങ്കിൽ നമ്മുടെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ചിലരത് ഇല്ല എന്നും ഉള്ളിൻ്റെ ഉള്ളിൽ പക്ഷേ അവർക്കും ഒരു ആഗ്രഹം കാണും, നാളത്തെക്കുറിച്ച് അറിയാം. അതാണല്ലോ നമ്മളുടെ ഒരു ജിജ്ഞാസ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ ജിജ്ഞാസ അല്ലെങ്കിൽ അറിയുവാനുള്ള ആഗ്രഹമുണ്ട്, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അത് ചിലർ സമ്മതിക്കും, ചിലർ സമ്മതിക്കില്ല. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ. പക്ഷേ അതിനുവേണ്ടി കാശ് കൂടെ മുടക്കി പോകാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും കാണാനായിട്ട് ശ്രമിക്കാറില്ല ഞാൻ. പിന്നെ ഈ ഗൂഗിൾ ന്യൂസിനകത്തിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഓരോ നാളുകളിൽ ഞാനിങ്ങനെ നോക്കാം, അതിനകത്ത് എൻ്റെ നാളുണ്ടോ. കാരണം ഈ നാളുകളിലൊക്കെ വരും, ശരിയായിട്ട് വരും. ഇങ്ങനെ എല്ലാവർക്കും ഒരുപോലെ വരില്ല. ഓരോരുത്തരും ജനിച്ച സമയത്തിനനുസരിച്ച് നല്ല സമയവും മോശ സമയമൊക്കെ വരും. അത് സ്വാഭാവികമാണ്. എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും നല്ല സമയമുണ്ട്, മോശ സമയമുണ്ട്. പക്ഷേ ഈ സ്ത്രീ ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഇഷ്ടം പോലെ പൈസ ഏതായാലും കിട്ടുന്നുണ്ട്. അവരതിനെ അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഞാനൊരു ക്യാപ്ഷൻ കണ്ടതാണ്, ഭർത്താവ് അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ പറയരുതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങൾ നിർത്തുകയാണ് ഇങ്ങനെ ക്യാപ്ഷൻ കണ്ടു. അപ്പോഴേ ഞാൻ ഓർത്തു. അപ്പോൾ അതിൻ്റെ താഴെ അപ്പം തന്നെ ഒരു കമൻറ്റ് വന്നത് ഇങ്ങനെയാണ്, ഭർത്താവിനെ അനുസരിക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു. പിന്നെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ നീക്കുമ്പോൾ തന്നെ സ്വൈപ്പ് ചെയ്ത് പോകുമ്പോൾ തന്നെ ഇച്ചിരി ഇങ്ങനെ എഴുതി വരുമല്ലോ, അങ്ങനെയാണ് ഞാനിത് കാണുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതായത് മനുഷ്യരുടെ അറിയുവാനുള്ള ആഗ്രഹം, ഭാവിയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തെ ശരിക്കും ചൂഷണം ചെയ്യുന്നവരുണ്ട്. ഈ 12 21 അതാണ്ട് കറക്റ്റായിട്ട് ഏതോ ഒരു വ്യക്തി എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, പോലീസും പിടിച്ചു, ചേച്ചി 12 22 21 എന്ന് എഴുതിയാൽ വിരലിൽ എഴുതിയാൽ മതി, എല്ലാം ശരിയാകുമെന്ന്. എത്രയോ പേര് എഴുതി കാണും. ചിലരുടെ കാര്യങ്ങൾ നടക്കും, ചിലരുടെ നടക്കില്ല. ഇപ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോയി ഒരു 10 കാര്യം പ്രാർത്ഥിച്ച് ചിലപ്പോൾ 5 കാര്യം നടക്കും, 5 നടക്കത്തില്ല. ഈ ഒരു രീതിയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നമ്മളെ നയിക്കുന്നത്. എല്ലാം ശരിയായാൽ അല്ലെങ്കിൽ എല്ലാം നടന്നാൽ പിന്നെ അതിന് വല്ല വിലയുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ചിലരെന്ത് ചെയ്യും, ഇതിനെ ശരിക്കും മുതലെടുക്കുന്നവരുണ്ട്. അപ്പം അത് ഓരോരുത്തരുടെയും കഴിവെന്ന് ഞാൻ പറയാം. നമ്മൾ അത് കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ നിൽക്കുന്നത് നമ്മുടെ കഴിവുകേടും, അത് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്നത് അത് അവരുടെ കഴിവുമാണ്, ഇല്ലേ? വിശ്വാസമൊക്കെ എല്ലാത്തിനും വേണം. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഈ പ്രകൃതിയെ ഒന്ന് വിശ്വസിക്കുക. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുക. തെറ്റെന്ന് നമുക്ക് തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക. മറ്റൊരാളെ ഉപദ്രവിച്ച് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വേണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ജീവിതത്തിൽ എല്ലാവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നുകിൽ രോഗമായിട്ടോ അല്ലെങ്കിൽ കുടുംബ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ഇത്തരത്തിൽ വ്യൂസിന് മാത്രം വേണ്ടിയിട്ട് അതുവഴി
പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അതേന്നും പറഞ്ഞുകൊണ്ട് പോവേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എൻ്റെ ഈ ചാനൽ എത്ര പ്രാവശ്യം ഡൗൺ ആയിപ്പോയെന്നറിയോ? എത്രയോ പ്രാവശ്യം ഡൗൺ ആയിപ്പോയി. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, കിട്ടിയാൽ കിട്ടിയത് കൊള്ളാം, കിട്ടിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഞാനത് തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ വാക്കുകൾ കേൾക്കാൻ വലിയ മഹത്വമായ കാര്യങ്ങളൊന്നും അല്ലെങ്കിലും കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ പറയുന്ന അത് കേട്ടിരിക്കാനോ ആരെങ്കിലുമൊക്കെ ഉണ്ടല്ലോ. ഞാൻ പെട്ടെന്ന് ഇല്ലാണ്ട് അത് നിർത്തി കഴിയുമ്പം ആ പ്രതീക്ഷിക്കുന്ന ഒരാൾ അവരെ നമ്മൾ അവഗണിക്കുന്നതിന് തുല്യമല്ലേ. എന്തായാലും എനിക്ക് ഡേറ്റയുണ്ട്. അപ്പം നമുക്ക് ഓരോ ദിവസവും ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യട്ടെ. എനിക്കതിലും വലിയ നഷ്ടമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു 10-20 മിനിറ്റ് ചിലപ്പോൾ, അല്ലെങ്കിൽ 1 മണിക്കൂറിൻ്റെ ചെയ്യുകയാണെങ്കിൽ അത്രയും മണിക്കൂർ ഞാനവിടെ ചിലവാക്കുന്നു എന്നേ ഉള്ളൂ അല്ലേ. അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് വലിയ രീതിയിൽ വിജയിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷേ എന്തും കാണിക്കാം, എന്തും പറഞ്ഞ് ആൾക്കാരെ പിടിച്ചിരുത്താം. വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് പറയുന്നവർ വിജയിച്ചു പോട്ടെ. ഇത് അവരുടെ കഴിവ്, ഇത് എൻ്റെ കഴിവ് കേട്. അങ്ങനെ തന്നെ ഞാൻ പോട്ടെ. എന്തായാലും നമ്മൾ ആരും തന്നെ എൻ്റെ വാക്കുകൾ കേട്ട് മോശമായൊരു കാര്യത്തിലേക്ക് പോകുമെന്നോ ചിന്തിക്കുമോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അതാണ് എനിക്ക് പ്രത്യേകിച്ച്. ഇപ്പോൾ ഒത്തിരി പ്രാവശ്യം ഈ എൻ്റെ ചാനൽ ഡൗണായി പോകും, പിന്നെ ഇച്ചിരിയൊക്കെ കയറി വരും. അപ്പോൾ എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊക്കെ വരും. പക്ഷേ ഇനിയിപ്പം കുറച്ച് നാളുകൂടെ ഉള്ളൂ. 1-2 മാസം കൂടെ ഒക്കെ കഴിയുമ്പോൾ, ഈ 2-3 മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും, ഇപ്പം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ആ ഒരു 2-3-4 മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വർഷം എന്നുള്ളത് പൂർത്തിയാക്കും എൻ്റെ ചാനൽ തുടങ്ങി. അതോടുകൂടി ഈ മോണിറ്റൈസേഷൻ എന്നുള്ള പരിപാടി നടക്കാത്ത ഒരവസ്ഥയിലേക്ക്, 1 വർഷം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോണിറ്റൈസേഷൻ കിട്ടുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കാണ്. അതുവരെ നമുക്ക് കിട്ടിയെങ്കിൽ അത് ഭാഗ്യം. ഈ 1 വർഷം കഴിഞ്ഞ് കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. കാരണം നമ്മൾ നേരത്തെ സേവ് ചെയ്ത് വെച്ച് നമ്മുടെ ആ ടൈം പുറകിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് പക്ഷേ അത് ഞാനിപ്പോൾ മുന്നിൽ കണ്ടിട്ടുണ്ട്. ഏതായാലും മോണിറ്റൈസേഷനൊന്നും ആവാൻ പോകുന്നില്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് പറയാൻ ഒരു സ്ഥലം അത്രമാത്രം എന്ന് കരുതുക, ഇല്ലേ? നമ്മുടേത് ഒരു ചാനൽ, നമുക്ക് പറയാനുള്ളത് പറയുന്നു, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് കേൾക്കുന്നു, അത്രയല്ലേ. പക്ഷേ ഇതുപോലൊന്നും ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആൾക്കാരെ എത്രയോ പേര് കാണും. എനിക്ക് സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോൾ എത്രയോ എല്ലാവരെയും വിശ്വസിച്ച് പോകുന്ന കുറേ മനസ്സുകളുണ്ട്. അവർ പറയുന്നതൊക്കെ കേട്ടിട്ട് അതേപോലൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിന് ഫലം കിട്ടാത്തവരും കാണും, ഒരുപാട് കാണും. ഓരോ നാളുകളുടെ കാര്യവും ആൾക്കാരോട് അങ്ങനെ അവർ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ, ഇങ്ങനെയൊക്കെ നമ്മൾ ഓരോ നാളുകളുടെ കാര്യമൊക്കെ പറയുമ്പോൾ ചില അമ്മായിയമ്മമാരും മരുമക്കളും ഒക്കെ കാണുക വീട്ടിൽ. അവിടെ നാൾ ഇന്നതാണ്, അവളെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ നാൾ ഇന്നതാണ്, അവരെ സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിനൊക്കെ ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെ ഓരോരോ കൊനഷ്ട പിടിച്ചത് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറയാം, പക്ഷെ ആർക്കും ഒരു ദോഷമുണ്ടാകാത്ത രീതിയിലായിരിക്കണം ഓരോ കാര്യങ്ങളും പറയുന്നത്. നമ്മൾ വേറൊന്നും വേണ്ട, അവർക്ക് അത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായി പോലീസ് വരെ പിടിച്ചിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ അവരെ വിഷമിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ടെങ്കിൽ എങ്കിൽ പിന്നെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാത്തിനുള്ള പോംവഴി അവരുടെ കയ്യിൽ തന്നെയല്ലേ. നമ്മൾ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ കുറച്ച് എളുപ്പമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ലേ? വെറുതെ മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള കൊനഷ്ട പിടിച്ച വാക്കുകൾ കേട്ടിട്ട് ഇങ്ങനെ ആലോചിച്ച് എൻ്റെ നാളങ്ങനെയാണ്, അവരുടെ നാളങ്ങനെയാണ്, അപ്പം ദോഷം ഉണ്ടാവുമോ, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ സംഭവിക്കുമോ, 21 എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെങ്കിൽ ഇന്നലെ ഞാൻ എഴുതാൻ മറന്നുപോയല്ലോ, അപ്പം പിന്നെ എത്ര ദിവസമാണോ, കുറേ ദിവസം എഴുതണം തോന്നും. അപ്പം എല്ലാ ദിവസവും ഞാൻ എഴുതി വന്നാൽ ഇന്നലെ ഒരു ദിവസം മറന്നു പോയല്ലോ, ഇനി ഞാൻ എഴുതാതിരുന്നാൽ അത് ഫലിക്കുമോ, എന്തൊരു കഷ്ടമായിപ്പോയി. ഇങ്ങനെ ആ ചെയ്യാൻ പറ്റാതെ പോയ കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് പ്രഷർ കൂട്ടി അതുവരെ ചെയ്തുന്ന വെറുതെ ആയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പുറകെയും കൂടെ ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ കൂടി ഇങ്ങനെയും കൂടെ കുറേ കൊനഷ്ട പിടിച്ച പ്രശ്നങ്ങളും കൂടെ ഉണ്ടാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അവരവർക്ക് കിട്ടിയ കുറേ സന്തോഷങ്ങളുണ്ട് എല്ലാവരുടെയും ജീവിതത്തിൽ. അത് കണ്ടെത്തി അതുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ മനുഷ്യരാണ്, ആർക്കും ഒരു പൂർണ്ണത എന്തായാലും ദൈവം നൽകിയിട്ടില്ല. അത് നമ്മൾ തന്നെ മനസ്സിലാക്കിയാൽ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്.
പിന്നെ എന്തിനെ നേരിടാനുള്ള ചങ്കൂറ്റം നമ്മൾ ആർജിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും വലിയ വലിയ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്ക് ശക്തമായ രീതിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ശക്തിയുള്ള ഒരു മനസ്സുണ്ടാകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ?